താങ്ക് യു. അപ്പൊ ഈ തോട്ടത്തില് നിങ്ങളിപ്പോ പുതിയൊരു സാധനം കണ്ടില്ലേ, കയ്യുമ്പ. ഇത് മത്തനാണ് കേട്ടോ. കയ്യുമ്പ കണ്ടു, പംകിൻ ഉണ്ട്, ഇതൊക്കെ മത്തനാണ്. മത്തൻ നീണ്ടിട്ടുള്ള മത്തനാണ്. കാണുമ്പോൾ വെള്ളരിക്ക പോലെ തോന്നുമെങ്കിലും അത് മത്തനാണ്. സ്മോൾ ടൊമാറ്റോ, അതായത് നമ്മൾ ചെറിയ ടൊമാറ്റോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, കണ്ടോ? ഞാൻ എന്തായാലും ഇതിന്റെ സീഡ് എടുത്തോണ്ട് പോകും കേട്ടോ. കുഞ്ഞു ടൊമാറ്റോ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരിൻസുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കൃഷിയിടത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരുടെ കൃഷിയിടത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഈ മിണ്ടാതെ ഇരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബൈക്ക് ഇതിൽ പോകണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇതിൽ വരണ്ടെന്ന് വെച്ചിട്ടാണ്. വരണ്ടെന്നല്ല ഞാൻ പറയണതും, ബൈക്കിൻ്റെ സൗണ്ടും കൂടെ കേൾക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് മെയ്സ് ഫാമിങ് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്, അതായത് കമ്പം. അപ്പോൾ കമ്പം ഇപ്പോൾ ഏകദേശമൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ടുബാക്കോ ഹാർവെസ്റ്റിങ്. അത് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിനി പോകാൻ പോണത് മെയ്സിൻ്റെ ഫാമിലേക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ബേക്കിൽ നിൽക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ മെയ്സ് ഫാമിങ്ങിലേക്ക് പോവുകയാണ്. ഇത് കരി ഉണ്ടാക്കുകയാണ് കേട്ടോ, ചാർക്കോൾ ഉണ്ടാക്കുകയാണ്. മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട്. ജാങ്കു 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 പറഞ്ഞാൽ കുറച്ച് സ്പീഡിൽ പോവാനാണ് കേട്ടോ ഇവരെ പറയാ. തമാലയുണ്ട്. അപ്പോൾ ഈ ചേച്ചിയാണ് നമുക്ക് ഫാമിൽ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ഈ ചേച്ചീൻ്റെ അമ്മയും ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ ആ ഫാമിൽ മെയ്സ് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചീൻ്റെ ബേക്കിൽ കണ്ട ഒരു കുഞ്ഞു കുട്ടീനെ ബേക്കിൽ വെച്ചിട്ടാണ് പോകുന്നത്. കണ്ട ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും കുഞ്ഞു കുട്ടികളെ ബേക്കിൽ കെട്ടിയിട്ട് ഓരോരോ പണിക്ക് വേണ്ടിയിട്ട് പോകും. ഇവരുണ്ട് ഓരോ കളിയൊക്കെ കളിക്കുന്നു. അപ്പം നമ്മൾ മെയ്സ് ഫാമിൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുറേ മെയ്സൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. കാരണം മലാവിയിൽ ഇപ്രാവശ്യം മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മെയ്സിനൊന്നും അധികം വളർച്ച വന്നിട്ടില്ല. കണ്ടോ ഈ മെയ്സ് കണ്ടോ ഉണങ്ങി പോയേക്കുന്നത്. പിന്നെ നല്ല വളം, നല്ല ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. മെയ്സിന് അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ഒന്നിനൊരു വളർച്ചയില്ല, കണ്ടാൽ തന്നെ നമുക്കറിയാം. പിന്നെ ഒരു മെയ്സ് ചെടിയിൽ ഏറ്റവും കൂടിപ്പോയാൽ 3 മെയ്സ്, അതായത് ഇങ്ങനത്തെ 3 കോണേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു മെയ്സിൽ നിന്ന് 2 കോണൊക്കെ കിട്ടാറുള്ളൂ. അപൂർവമായിട്ടാണ് 3 കോണൊക്കെ കിട്ടുന്നുണ്ട്. ഇതുപോലെ 2 കോണൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് നട്ടാണ് കേട്ടോ. ഗ്രൗണ്ട് നട്ടിൻ്റെ ഇലകളൊക്കെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. Pumpkin. I don't know. You're welcome. Okay, thank you. This is pumpkin. Okay. And this one we call it misale. Okay. It's like a sugarcane, same like a sugarcane, but it's a different name. Have different. മിസ Misale. മിസാലെ നമ്മുടെ കരിമ്പിന്റെ അതേപോലെ തന്നെയാണ്, പക്ഷെ കരിമ്പല്ല, അതിനെ മിസാലെ എന്നാണ് പറയുക. It's also sweet like a sugarcane. ഓക്കെ ഓക്കെ, താങ്ക് യു. ചിക്കോ. അപ്പോൾ ഈ ചേച്ചിയുടെ തോട്ടമാണ് കേട്ടോ ഇതെല്ലാം. ചേച്ചീൻ്റെ ടുബാക്കോ ഒക്കെയാണ്. ടുബാക്കോ ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞു. കണ്ടോ ഇത് ടുബാക്കോൻ്റെ ചെടിയുണ്ട്, കണ്ടെങ്കിൽ മനസ്സിലാവോ. ഇന്നത്തെ ഇലയും വിളവെടുപ്പൊക്കെ കഴിഞ്ഞ്
ഇങ്ങനെ നടുവെട്ടിയിട്ടേക്കാണ്. ഇനി ചെറിയ ചെറിയ ഇലകൾ വന്ന് കുറേ പൂക്കളാവും, അതിൽ നിന്ന് അവർ വിത്തെടുക്കും. അങ്ങനെയാണ് കേട്ടോ ടുബാക്കോൻ്റെ ഒരു കൃഷിയിൽ. പിന്നെ ഇഷ്ടംപോലെ മത്തൻ ഇതിൻ്റെ അടിയിലുണ്ട്. മത്തൻ ഒരുപാട് വള്ളി വളർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ പംകിൻ ഉണ്ടായിരിക്കുന്നു, കാണിച്ചു തരാം. പിന്നെ പംകിൻ ഇങ്ങനെ റോഡ് സൈഡിൽ ആദ്യമൊക്കെ കൂട്ടിയിട്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് ഇത്രയും അധികം മത്തൻ ഇവർ ഉണ്ടാക്കുന്നതെന്നുള്ളത്. പിന്നെ മനസ്സിലായത് ഇവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മത്തനാണ്. മത്തൻ വലിയ കഷ്ണങ്ങളായിട്ട് പുഴുങ്ങിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കഴിക്കുക, പുഴുങ്ങി കഴിക്കുക. ഉപ്പ് എന്നിട്ട് പിന്നെ പുറത്തെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറുക. അങ്ങനെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ സീഡ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരുപാട് മത്തൻ ഉണ്ടാക്കുന്നത്, എന്നിട്ട് കയറ്റുമതി ചെയ്യുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. കുക്കുംബർ അല്ല, കുക്കുംബറിൻ്റെ നേരത്തെ വേറെ എന്തോ ആണ്. ഇങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും കേട്ടോ. ഇത് കുഞ്ഞു തക്കാളി കണ്ടോ, ചെറിയ തക്കാളി. അപ്പം നമ്മുടെ ഈ ചേച്ചീൻ്റെ തോട്ടാണിത് മൊത്തം. ലിറിഷ് തമാല ഇത് നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്താണ് എനിക്ക് മനസ്സിലായത്. Kaimbi. Kaimbi. It's like cucumber. I can say that because it's like same also seedy like that. Okay. ഇല കുഞ്ഞി ഇലയാണ്. കുക്കുംബർ അല്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. This one is kaimbi. Kaimbi. They take that one, they cut it, remove all seedy, then they dry it. After drying, they they also use it granite flour. Okay. They because they also wait for it to mature, then take that one because it takes some more time to dry it. അപ്പൊ ഈ തോട്ടത്തിൽ നിങ്ങളിപ്പോ പുതിയൊരു സാധനം കണ്ടില്ലേ, കയ്യുമ്പ. ഇത് മത്തനാണ് കേട്ടോ. കയ്യുമ്പ കണ്ടു, പംകിൻ ഉണ്ട്, ഇതൊക്കെ മത്തനാണ്. മത്തൻ നീണ്ടിട്ടുള്ള മത്തനാണ്. കാണുമ്പോൾ വെള്ളരിക്ക പോലെ തോന്നുമെങ്കിലും അത് മത്തനാണ്. സ്മോൾ ടൊമാറ്റോ, അതായത് നമ്മൾ ചെറിയ ടൊമാറ്റോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, കണ്ടോ. ഞാൻ എന്തായാലും ഇതിന്റെ സീഡ് എടുത്തോണ്ട് പോകും കേട്ടോ. കുഞ്ഞു ടൊമാറ്റോ, ചെറിയ ചെറിയ ടൊമാറ്റോ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു ടൊമാറ്റോ. നമ്മൾ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, ടുബാക്കോൻ്റെ പൂവ് ഉണങ്ങി നിൽക്കുന്നത്. ഇത് സീഡ് ഉണ്ടാവും. ഈ സീഡ് വരെ എടുത്ത് വെച്ചിട്ട് അടുത്ത ഇതിനുള്ള കൃഷി ഇറക്കും. അപ്പോൾ ഇവരുടെ ഈ പാടത്ത് കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമുണ്ട്. കണ്ടോ, ഇവിടെ താഴെ ഇഷ്ടം പോലെ ആ കയ്യുമ്പുണ്ട്. കാണിച്ചു തരാം കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇരുട്ടാണല്ലേ, ഭയങ്കര വെയിലാണ്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, വെയിൽ ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്നെ ഇരുട്ടായിട്ടേ കാണത്തുള്ളൂ. ഇതുണ്ട കയ്യുമ്പ ഇഷ്ടംപോലെ ഉണ്ട്. ഇതുവരെ നമ്മൾ കുമ്പളം മത്തനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ്. ഇത് കൊണ്ട് അവർ കറി ഉണ്ടാക്കും. അത് ഞാൻ കാണിച്ചു തരണ്ട ഒരു ദിവസം കേട്ടോ, ഫ്രീ ആകുമ്പോൾ. അപ്പോൾ ഇത്ര നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന ആ ചേച്ചീൻ്റെ കുട്ടി എണീറ്റു കേട്ടോ. കണ്ടോ, വീട്ടിലിങ്ങനെ കൊച്ചിനെ വെച്ചിട്ട് പോകുന്നു. അപ്പം നമ്മൾ ചേച്ചിമാരെ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അവരിവിടെ മെയ്സൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാം. ചോളം ഇപ്പോൾ ഡ്രൈ, അത് ഞാൻ പറഞ്ഞ വെള്ളം കിട്ടാത്തതുകൊണ്ട് മെയ്സ് കുറേയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയ മെയ്സിൻ്റെ ചെടിയിൽ നിന്ന് അവർ, ഇതൊന്നും ശരിക്കും മെച്ചൂർഡ് ആയിട്ടുള്ള മെയ്സല്ല, പക്ഷേ കളയാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ആ ഉണങ്ങിയ മെയ്സൊക്കെ മെച്ചൂർഡ് ആയില്ലെങ്കിലും അതൊക്കെ അവർ ശേഖരിച്ചെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇവിടുത്തെ ആൾക്കാർക്ക് കുറേ നഷ്ടം വന്നിട്ടുണ്ട്. ഏക്കർ കണക്കിന് മെയ്സൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. കണ്ടില്ലേ, മെച്യൂരിറ്റി എത്തിയിട്ടില്ല, സോറി മെച്ചൂർഡ് ആയിട്ടില്ല ഈ സാധനം. അപ്പോൾ മെയ്സൊക്കെ പറിച്ച് ചാക്കിലാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൽ ചുവന്ന മെയ്സ് ഉണ്ട്.
റെഡ് മെയ്സ്. അപ്പോൾ അവരെല്ലാം ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയ്സൊക്കെ. ഇവിടെ കുറേ മെയ്സ് നന്നാക്കിയിട്ടുണ്ട്. ചേച്ചിമാർ ഇതാ മെയ്സൊക്കെ എടുക്കുന്നു. അപ്പൊ ചേച്ചി മെയ്സ് വെട്ടാൻ പോവാണ്, ഞാൻ അതിന് പുറകെ പോവാണ്. കുറച്ചുള്ളിലേക്ക് പോയിട്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്നേ. ഇതാണ് കരിമ്പിന്റെ അങ്ങനത്തെ സാധനം കേട്ടോ, മിസാരേന്നാ പറയാ. മിസാലേ ചേച്ചി ഇപ്പൊ വെട്ടിയത് മെയ്സ് അല്ല, കരിമ്പിന്റെ അങ്ങനത്തെ സാധനമാണ് മിസാല. ഇതിന് നല്ല മധുരമുണ്ട്. അവരിത് വെട്ടി കഴിക്കും. കഴിക്കുന്ന വെച്ചാൽ നീര് കുടിക്കും. Careful, otherwise it's like a knife. It's important to get him. ഓക്കെ, ഞങ്ങൾ കരിമ്പിന്റെ അങ്ങനത്തെ ഒരു സാധനം കഴിക്കാം കേട്ടോ. ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ്. മധുരമുണ്ട്. ഇത് കരിമ്പിന്റെ അതേപോലത്തെ വേറൊരു സാധനമാണ്, മിസാല എന്ന് പറയുന്നതാണ്. കരിമ്പിന്റെ അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി മെച്ചോർഡ് ആവാനുണ്ട് ഇത്. അടിപൊളി. അപ്പൊ ചേച്ചിമാരൊക്കെ കമ്പൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചാക്കിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി ഉണക്കി പൊടിക്കും. എന്നിട്ട് അത് ആണ് സീമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ മെയ്സൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചേച്ചിമാരെ കൂടെ നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് മെയ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഇത് മൊത്തം ഉണങ്ങിപ്പോയിട്ട് ഈ മെയ്സൊക്കെ. Nakasaba lutamba nyumba pale kupo kanoko nguchili okhoza ukarenga tiye nuko jelo jamalu Wajele malu. Nende funa kabjele malu. Ejeniso ntoji ndi ntoji. Oh. Ndafuna kabjele ntoji. Niko mo ni muri bandi. Wino. Kwa mudzi wacho kuno kwathu. Adio. Ziko
Sikomo. Sikomo. Sikomo sisi. Yeah. Tabwino. Basi sasa tunaweza zijani salei. അപ്പോൾ മെയ്സ് ഒക്കെ പറിച്ച് അവർ തിരിച്ചു പോവാണ്. അപ്പം നമ്മൾ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോവാ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മുടെ ചേച്ചിമാരൊക്കെ ഇതേ ബേക്കിൽ പോകുന്നുണ്ട്. അവർ മെയ്സൊക്കെ പറിച്ച് പോവുകയാണ്. ഇനിയൊക്കെ അതൊക്കെ കൊണ്ടുപോയി ഉണക്കി പൊടിച്ച് അവർ സീമ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ വൈകുന്നേരമായി. തമാല ഇതവിടെ മിസേലൊക്കെ കഴിച്ച് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.